കേരളത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളിൽ ഒന്നാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി വിവാദം. ഒരു സ്വകാര്യ കരിമണൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ കേവലം ഒരു ബിസിനസ് തർക്കത്തിനപ്പുറം സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ നേതൃത്വങ്ങളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഒരുപോലെ കേന്ദ്രീകരിക്കുന്ന വൻ വിവാദമായി വളർന്നിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അതിവേഗത്തിലാക്കിയതോടെ കേരളം സമാനതകളില്ലാത്തൊരു നിയമ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT സ്ഥാപനത്തിന് കോടിക്കണക്കിന് രൂപ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദത്തിന്റെ തുടക്കം. ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുകളാണ് ഈ രഹസ്യ ഇടപാടുകൾ പുറത്തു കൊണ്ടുവന്നത്. CMRL കമ്പനിയിൽ നടന്ന ആദായനികുതി റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ എക്സാലോജിക് കമ്പനി നൽകാത്ത സേവനങ്ങൾക്കാണ് പണം നൽകിയതെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകൾ കണ്ടെത്തിയിരുന്നു. IT അധിഷ്ഠിത സേവനങ്ങൾക്കും കൺസൾട്ടൻസികൾക്കുമായി മാസപ്പടി അടിസ്ഥാനത്തിൽ വലിയൊരു തുക കൈമാറിയെന്നായിരുന്നു കമ്പനിയുടെ വാദം. എന്നാൽ ഈ തുകയ്ക്ക് പകരമായി എന്ത് സേവനമാണ് എക്സാലോജിക് നൽകിയതെന്ന് തെളിയിക്കാൻ ഇരു കമ്പനികൾക്കും കഴിഞ്ഞില്ല. പ്രമുഖ വ്യക്തികളുടെ മക്കൾക്ക് പദവികളുടെ സ്വാധീനം ഉപയോഗിച്ച് നൽകിയ അനധികൃതമായ പണം ഇതെന്ന് നിഗമനത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തുന്നതിന് ഇത് വഴിമാറി. ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾക്ക് പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലും തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തുമായി ED ഉദ്യോഗസ്ഥർ വിപുലമായ റെയ്ഡുകളാണ് നടത്തിയത്. CMRL ഓഫീസുകൾ, ഡയറക്ടർമാരുടെ വസതികൾ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഒരേ സമയം പരിശോധന നടന്നു. ഈ പരിശോധനകളിൽ കേസിന് ആധാരമായ നിർണായകമായ കള്ളപ്പണ ഇടപാടുകളുടെ രേഖകൾ ലഭിച്ചതായാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. റെയ്ഡിൽ പിടിച്ചെടുത്ത വീണ വിജയന്റെ മൊബൈൽ ഫോണുകൾ, CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള പണത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടായിരുന്നുവെന്ന് കണ്ടെത്താൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഡിജിറ്റൽ മാപ്പിംഗ് കൊച്ചി സോണൽ ഓഫീസും പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രാഥമിക വിശകലനങ്ങൾ പൂർത്തിയാക്കിയ കൊച്ചിയിലെ അന്വേഷണ സംഘം വിശദമായൊരു റിപ്പോർട്ട് ഡൽഹിയിലെ ED ഡയറക്ടറേറ്റിന് അയച്ചിട്ടുമുണ്ട്. വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാൻ തക്കവണ്ണമുള്ള കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അന്വേഷണ സംഘം അവകാശപ്പെടുന്നു. കേവലം ഒരു ചോദ്യം ചെയ്യലിനപ്പുറം തെളിവുകൾ നിരത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് EDയുടെ വാദം. ഡൽഹിയിൽ നിന്നുള്ള അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വീണ വിജയന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകാനാണ് നീക്കം. ഈ കേസ് കേവലം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതും ശ്രദ്ധേയമാണ്. CMRL കമ്പനിയിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയിൽ ഭരണകക്ഷിയിലെ പ്രതിപക്ഷത്തിലെയും നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പേരുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. വ്യവസായ സ്ഥാപനത്തിന് ആവശ്യമായ അനുമതികൾ സുഗമമാക്കുന്നതിനും രാഷ്ട്രീയമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി കോടിക്കണക്കിന് രൂപ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാസപ്പടിയായും സംഭാവനയായും നൽകിയിട്ടുണ്ടെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ ബാങ്ക് വിവരങ്ങളുടെ പരിശോധന പൂർത്തിയാക്കുന്നതോടെ അന്വേഷണത്തിന്റെ വ്യാപ്തി മറ്റ് പ്രമുഖരിലേക്ക് നീളുമെന്നത് ഉറപ്പാണ്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്നു. അന്വേഷണം മുറുകുന്നതിനിടെ തിരുവനന്തപുരത്തുണ്ടായ അക്രമ സംഭവങ്ങൾ കേസിന് പുതിയൊരു വഴിത്തിരിവ് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് പൂർത്തിയായി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെയും അവരുടെ വാഹന വ്യൂഹത്തെയും ഒരു സംഘം CPM DYFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയുണ്ടായി. ഈ തെരുവക്രമം യഥാർത്ഥത്തിൽ EDക്ക് തങ്ങളുടെ വാദങ്ങൾ ശക്തമാക്കാനുള്ള ഒരു വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വാധീനവും അണികളുടെ കായിക ബലവും ഉപയോഗിച്ച് ഒരു കേന്ദ്ര ഏജൻസിയുടെ നിയമപരമായ അന്വേഷണത്തെ അട്ടിമറിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവായി ED ഇതിനെ കോടതിയിൽ ഉയർത്തിക്കാട്ടും. ഭാവിയിൽ പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ അക്രമ സംഭവം പ്രോസിക്യൂഷന് വലിയ രീതിയിൽ സഹായകരമാകും. EDയുടെ അതിവേഗ നീക്കങ്ങളെ നിയമപരമായി തടയാൻ CMRL മാനേജ്മെന്റും രാഷ്ട്രീയ കേന്ദ്രങ്ങളും സജീവമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ED അന്വേഷണത്തിന് തുടർച്ച തടയണമെന്നും റെയ്ഡ് നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കമ്പനി ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും പ്രമുഖരായ ക്രിമിനൽ അഭിഭാഷകരെ ഉൾപ്പെടുത്തി ശക്തമായൊരു പ്രതിരോധ നിര തീർക്കാനാണ് ശശിധരൻ കർത്തയുടെയും പിണറായി വിജയന്റെയും കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. കേന്ദ്ര ഏജൻസി കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനയുള്ളതിനാൽ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ മുൻകൂർ ജാമ്യം നേടുന്നതിനായുള്ള സാധ്യതകളും സജീവമായി പരിശോധിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നുമാണ് രാഷ്ട്രീയ പ്രതിരോധവും ഇതിനൊപ്പം ഉയർന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമാണെന്ന രാഷ്ട്രീയ പ്രതിരോധവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സങ്കീർണമായ നിയമ പോരാട്ടത്തിനാണ് വരും ദിവസങ്ങൾ വഴി തുറക്കുന്നത്.
ഈ കേസിന്റെ പരിണാമം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അപ്പടെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇഡിക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ വിപുലമായ അധികാരങ്ങളുണ്ട്. സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആദായനികുതി ബോർഡിന്റെ കണ്ടെത്തൽ നിലനിൽക്കുന്നതിനാൽ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തുവെന്ന ഇഡിയുടെ വാദങ്ങൾക്ക് കോടതിയിൽ വലിയ മുൻതൂക്കം ലഭിച്ചേക്കാം. CMRL നൽകുന്ന ഹൈക്കോടതി ഹർജിയിലെ വിധി വീണ വിജയനെ ചോദ്യം ചെയ്യൽ, സാധ്യമായ അറസ്റ്റ് നടപടികൾ എന്നിവ പിണറായി വിജയന്റെയും പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രീയ ഭാവിയെ പോലും സാരമായി ബാധിച്ചേക്കാം. കേന്ദ്ര ഏജൻസിയുടെ പഴുതടച്ചുള്ള നീക്കങ്ങൾക്ക് മുന്നിൽ കായികപരമായ തെരുവ് പ്രതിരോധങ്ങളോ രാഷ്ട്രീയ പ്രസ്താവനകളോ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. കേരള ജനത ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വലിയ നിയമയുദ്ധത്തിന്റെ പടിവാതിലാണ് ഇപ്പോൾ സംസ്ഥാനം നിൽക്കുന്നത്.